കേന്ദ്രത്തിൽ എൻ.ഡി.എ ഒരു വ്യാഴവട്ടം പൂർത്തിയാക്കുമ്പോൾ കേരളത്തിൽ ഒരു പതിറ്റാണ്ടിന് ശേഷം ഇപ്പോൾ UDF അധികാരത്തിൽ വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ മുന്നോട്ടു പോവുകയാണ്. ഇന്നിതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മുഖ്യമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയുമായുള്ള വി.ഡി. സതീശന്റെ ആദ്യത്തെ കൂടിക്കാഴ്ചയാണിത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പ്രധാനമന്ത്രിയുടെ സേവാതീർത്തിലെ ഓഫീസിൽ രാവിലെ 11:15 കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷം ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അത് 2:30 എന്നതാണ് നമ്മൾ സമയക്രമമായി മനസ്സിലാക്കിയിട്ടുള്ളത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും കൂടിക്കാഴ്ചയുണ്ട്. നാളെയാണ് കൂടിക്കാഴ്ചയ്ക്ക് സമയം നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി TG സജിത്ത് ആണ് ചേരുന്നത്. സജിത്ത്, വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം സതീശന്റെ രണ്ടാമത്തെ ഡൽഹി യാത്രയാണ്. ആദ്യം പാർട്ടി നേതാക്കളെ കാണുന്നതിന് വേണ്ടിയാണ് ഡൽഹിയിലേക്ക് തിരിച്ചത്. പക്ഷേ അന്ന് പ്രധാനമന്ത്രിയെ കാണുന്നതിന് സമയം ലഭിച്ചിരുന്നില്ല, സമയം അനുവദിച്ചിരുന്നില്ല. ഇപ്പോഴിതാ പ്രധാനമന്ത്രിക്ക് പുറമെ ആഭ്യന്തരമന്ത്രിയെയും ധനമന്ത്രിയെയും അടക്കം കാണുകയാണ് വി.ഡി. സതീശൻ. കൂടിക്കാഴ്ചയുടെ സമയക്രമം എങ്ങനെയാണ്, എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്? പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച 11:15 സമയം നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് സ്വാഭാവികമാണ്. നമുക്കറിയാം, പുതിയ ചുമതലയേൽക്കുന്ന മുഖ്യമന്ത്രിമാർ പ്രധാനമന്ത്രിയെ അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തെയൊക്കെ കാണുന്നത് സ്വാഭാവിക നടപടിയാണ്. പക്ഷേ ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രത്യേകതകളുണ്ട്. കാരണം 10 വർഷത്തിന് ശേഷം കേരളത്തിൽ നിന്നും ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കാണ് എത്തുന്നത്. നരേന്ദ്രമോദിയെ അദ്ദേഹം ഇന്ന് കാണുമ്പോൾ സ്വാഭാവികമായും കേരളത്തിൻ്റെ വികസന വിഷയങ്ങളിലുള്ള പൂർണ്ണ പിന്തുണ അദ്ദേഹം തേടും. പ്രധാനമന്ത്രി അത് ഉറപ്പു നൽകുകയും ചെയ്യും. ഇതാണ് ഇന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം. അതിനപ്പുറമുള്ള ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷനും ഇന്ന് മുഖ്യമന്ത്രി ലക്ഷ്യമിടുന്നുണ്ട്, വി.ഡി. സതീശൻ ലക്ഷ്യമിടുന്നുണ്ട്. നിർമ്മല സീതാരാമനുമായുള്ള കൂടിക്കാഴ്ച രണ്ടാമതായിട്ടാണ് നടക്കുക. ഇന്ന് ഈ നിർമ്മല സീതാരാമനെ കാണുന്നതിന് ഏറെ പ്രാധാന്യമുണ്ട്. കാരണം കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയുള്ള പൂർണ്ണ പിന്തുണ തേടൽ പ്രധാനമായും മുഖ്യമന്ത്രിയുടെ അജണ്ടയിലുണ്ട്. ഒപ്പം കേരളത്തിലെ മുഖ്യമന്ത്രി ധനവകുപ്പിൻ്റെ ചുമതല കൂടിയുള്ള വ്യക്തിയാണ്. സ്വാഭാവികമായും ഇനി GST കൗൺസിലിൽ സാധാരണ പങ്കെടുക്കുന്നത് സംസ്ഥാന ധനമന്ത്രിമാരാണ്. ഇനി മുതൽ അത് കേരള മുഖ്യമന്ത്രിയായിരിക്കും പങ്കെടുക്കുക എന്ന പ്രത്യേകതയുമുണ്ട്. അപ്പോൾ കേരള GST കൗൺസിലിലെ കേരളത്തിൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ നിരന്തരമായ ആശയവിനിമയം ഇനി ധനവകുപ്പുമായും കേന്ദ്ര ധനമന്ത്രിയുമായി വേണ്ടിവരും. അതിനുള്ളൊരു തുടക്കം കൂടിയായി ഇത് മാറുകയാണ്. ഒപ്പം സംസ്ഥാനത്തിന് കൂടുതൽ സാമ്പത്തിക സഹായമടക്കമുള്ള കേരളത്തിൻ്റെ പതിവ് ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങളൊക്കെ മുൻനിർത്തിയുള്ള ഒരു അജണ്ട മുൻനിർത്തിയുള്ള ചർച്ച ഒരുപക്ഷെ ധനമന്ത്രിയുമായി മുഖ്യമന്ത്രി ലക്ഷ്യമിടുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സംസ്ഥാനത്ത് ബജറ്റ് കൂട്ടിച്ചേർക്കപ്പെടുന്ന ബജറ്റ് ജൂൺ 5-ന് അവതരിപ്പിക്കപ്പെടാൻ പോവുകയാണ്. അതിനു മുമ്പായി നടക്കുന്ന ഈ കൂടിക്കാഴ്ചയിൽ അത്തരം വിഷയങ്ങളും കടന്നുവരും. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ നാളെയാണ് കാണുന്നത്. അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ച നാളെയാണ് നടക്കുക. ഈ തരത്തിലാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ അജണ്ട നിശ്ചയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഡൽഹിയിൽ നിർണായകമായ കൂടിക്കാഴ്ചയാണ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തിൻ്റെ പൊതുവായ വിഷയങ്ങളൊക്കെ ഈ കൂടിക്കാഴ്ചയിൽ കടന്നുവരാൻ തന്നെയാണ് സാധ്യത. അഭിലാഷ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഡൽഹിയിലെ ഈ ചർച്ചകൾ ഏറ്റവും സുപ്രധാനമാണ് എന്നതാണ് അതിൻ്റെ സാഹചര്യം. നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ ഡൽഹി ചർച്ചകളിൽ ഏതു തരത്തിലുള്ള പുരോഗതി ഉണ്ടാകുന്നു എന്നതും പ്രധാനപ്പെട്ടതാണ്. കേരളം പോലെ ഒരു സംസ്ഥാനത്തിന് കഴിഞ്ഞ നാളുകളിൽ എടുത്ത നിലപാടുകൾ, അതിൽ കേന്ദ്രം നൽകിയിരുന്ന പിന്തുണ നമുക്കറിയാം. വി.ഡി. സതീശൻ ഇതുവരെ അദ്ദേഹം നടത്തിയ പ്രസ്താവനകളെല്ലാം രാഷ്ട്രീയ പ്രസ്താവനകളായിരുന്നു. മുഖ്യമന്ത്രിയല്ല, അദ്ദേഹം പ്രതിപക്ഷ സ്ഥാനത്തിരുന്നാണ് നീക്കം നടത്തിയിരുന്നത്. അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും ഇടതുപക്ഷവും BJPയുമായി ഒത്തുകളിയുണ്ട്. നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിൽ പലയിട വിഷയങ്ങളിലും ധാരണയുണ്ട്. ഇങ്ങനെയുള്ള രാഷ്ട്രീയപരമായ പല നീക്കങ്ങളും നടത്തിയ വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമ്പോൾ ഇനി കേന്ദ്രവുമായി പുലർത്തേണ്ട ആരോഗ്യപരമായ ഒരു ബന്ധമുണ്ട്. നമുക്കറിയാം, ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും തുല്യ പ്രാധാന്യമുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടും മാത്രമേ ഏത് സംസ്ഥാനങ്ങൾക്കും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. കേരളം പോലെയുള്ള കൊച്ചു സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ചും ആ ഒരു നീക്കത്തിൽ കേന്ദ്ര പിന്തുണ ആവശ്യമാണ്. രാഷ്ട്രീയമായ തർക്കങ്ങൾക്കപ്പുറം ആരോഗ്യപരമായ ബന്ധം നിലനിർത്തുക എന്നൊരു വലിയ വെല്ലുവിളി വി.ഡി. സതീശന് മുന്നിലുണ്ട്. അപ്പോൾ ഇതുവരെ വി.ഡി. സതീശൻ എടുത്ത നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹത്തിന് ആരോഗ്യപരമായ ബന്ധം കൂടി നിലനിർത്തി മുന്നോട്ട് പോകണം. രാഷ്ട്രീയ പ്രസ്താവനകളല്ല, മറിച്ച് ഈ ബന്ധം നിലനിർത്തുമ്പോഴാണ് സംസ്ഥാനത്ത് വിഹിതങ്ങൾക്കൊക്കെ ഒരു മുടക്കില്ലാതെ ഒന്ന് വന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത്. അത് എല്ലാ മുഖ്യമന്ത്രിമാരും
പൊതുവിൽ നിലനിർത്തി പോകുന്ന ഒരു ബന്ധമാണ്. ആ ബന്ധത്തിൻ്റെ തുടർച്ച തന്നെയാണ് അവിടെ ഉണ്ടാവേണ്ടത്. അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വി ഡി സതീശൻ്റെ അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള നിലപാടിൻ്റെ ഒരു ട്വിസ്റ്റ് ആ രീതിയിൽ നമുക്കതിനെ കാണേണ്ടി വരും. വ്യക്തിപരമായ കടന്നാക്രമണങ്ങൾക്കപ്പുറമുള്ള ബന്ധം നമുക്കറിയാം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിൽ ഈ തരത്തിൽ ഒരു നീക്കുപോക്കുണ്ട് എന്ന ആക്ഷേപം പ്രതിപക്ഷം അന്ന് ഉന്നയിച്ചിരുന്നതിൻ്റെ കാരണം നരേന്ദ്രമോദിയുടെ പേര് പരാമർശിച്ചുള്ള വിമർശനങ്ങളൊന്നും പലപ്പോഴും മുഖ്യമന്ത്രി തയ്യാറാവില്ലായിരുന്നു എന്നതായിരുന്നു അന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം. പലപ്പോഴും ഈ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിൽ കീപ്പ് ചെയ്യപ്പെടേണ്ട ഒരു ആരോഗ്യപരമായ ബന്ധത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാവാം അന്നത്തെ മുഖ്യമന്ത്രി ആ നിലപാടെടുത്ത്. അതേ ഒരു ശൈലിക്ക് തന്നെയാണോ വി ഡി സതീശനും വരാൻ പോകുന്നത്? അദ്ദേഹത്തിൻ്റെ കേന്ദ്ര വിമർശനം ഏത് രീതിയിലാവും? ഒപ്പം ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ തുടർ നീക്കങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെയുള്ള വളരെ കൗതുകരമായ പല കാഴ്ചകൾക്കും നീക്കങ്ങൾക്കും കൂടി വേദിയാവുകയാണ്. ഡൽഹിയിലെ ഇന്നത്തെ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ എന്തായാലും പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടേക്കാം. നമുക്കത് അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നു. ഇതാ 1 മണിക്കൂറിന് ശേഷം പ്രധാനമന്ത്രിയും സംസ്ഥാനത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി വി ഡി സതീശനുമായുള്ള കൂടിക്കാഴ്ച നടക്കുകയാണ്. കേരള വിഷയങ്ങൾ തന്നെയാണ് പ്രധാനമായും ചർച്ചയാവുന്നത്. സംസ്ഥാനത്തിൻ്റെ നമുക്കറിയാം ദൈനംദിനമുള്ള ആവശ്യങ്ങൾക്കപ്പുറം ചില ദീർഘകാല പദ്ധതികൾ പുതിയ സർക്കാരിന് ഉണ്ടാവാം. ആ പദ്ധതി സംബന്ധിച്ച ആശയവിനിമയങ്ങൾ നടന്നേക്കാം. കാരണം ദീർഘകാല പദ്ധതി എന്ന് പറയുന്നതും ബൃഹത് പദ്ധതി എന്ന് പറയുന്നതും പൂർണ്ണമായ കേന്ദ്ര പിന്തുണയോടെയും കേന്ദ്ര അനുമതിയോടെയും സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ആ ആരോഗ്യപരമായ ബന്ധം നിലനിർത്തണം. സ്വാഭാവികമായും ആ പിന്തുണ തേടലടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കാം. കെ റെയിൽ എന്ന ഒരു വലിയ പദ്ധതി കഴിഞ്ഞ സർക്കാരിനുണ്ടായിരുന്നു. പക്ഷേ കേന്ദ്ര അനുമതി പോലും അതിന് കിട്ടിയില്ല. ഇതേ തുടർന്ന് പദ്ധതി ഉപേക്ഷിച്ചു. പുതിയ സർക്കാരും പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെയെങ്കിൽ പുതിയ എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? ബദൽ പദ്ധതികളുണ്ടോ? അങ്ങനെയെങ്കിൽ കേന്ദ്ര സർക്കാരിന് മുന്നിൽ അതിൻ്റെ സൂചനകൾ പങ്കുവയ്ക്കുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർണായകമാണ് ഇന്നത്തെ ചർച്ച. വി ഡി സതീശൻ കേരളത്തിന്റെ ധനകാര്യമന്ത്രി കൂടിയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായുള്ള കൂടിക്കാഴ്ചയും നിർണായകമായിരിക്കും. ആദ്യ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നതേയുള്ളൂ. നയസമീപനങ്ങളിലടക്കം കേന്ദ്ര പദ്ധതികളോടുള്ള നയസമീപനങ്ങളിലടക്കം എന്ത് മാറ്റമുണ്ടാകാൻ പോകുന്നു? അതോടൊപ്പം തന്നെ സംസ്ഥാനം കേന്ദ്രത്തിൽ നിന്ന് വിഹിതം നേടിയെടുക്കുന്നതിൽ പരാജയപ്പെടുന്നുവെന്ന ആരോപണം ഇടതുപക്ഷത്തിന് നേരെ ഉന്നയിച്ചിരുന്നു. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ കോൺഗ്രസ് കൃത്യമായ റിപ്പോർട്ടുകൾ നൽകുന്നില്ല, സമയബന്ധിതമായി റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നില്ല എന്ന ആരോപണമൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച. അതും ചുമതലയേറ്റതിന് ശേഷമുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയാണ് നടക്കാൻ പോകുന്നത്.